Hi friends, welcome to Shilu's kitchen. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല തേങ്ങാപ്പാൽ ഒഴിച്ച് കുരുമുളകിട്ട് മൺചട്ടിയിൽ തയ്യാറാക്കി എടുക്കുന്ന ഒരു നാടൻ മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് ബെൽ ഐക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കിതിനാവശ്യമായിട്ടുള്ളത് 1/2 കിലോ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീന്, മസാലയ്ക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ കടുക്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1.5 ടേബിൾ സ്പൂൺ കുരുമുളക്, ഇത്രയുമാണ്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 3 സവാള, 3 തക്കാളി, 3 പച്ചമുളക്, ഒരു അരമുറി തേങ്ങയുടെ പാല് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണിത്, ഒരു 3-4 ചുള വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 3-4-5 തണ്ട് കറിവേപ്പില, ചെറിയൊരു കഷ്ണം പുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണിത്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. അപ്പം നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ഫിഷ് മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പെരിഞ്ജീരകവും കടുകും ഉലുവയും അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നമ്മളൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ കുരുമുളകാണ് ഞാൻ കുറച്ചധികം എടുത്തിട്ടുള്ളത്, ബാക്കിയെല്ലാം കുറച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കടുകും ഉലുവയൊന്നും കൂടി പോകരുത്, ഒക്കെ 1/4 ടീസ്പൂൺ വീതമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ല പൗഡർ പോലെയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഫോമിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ സവാള വളരെ നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ 3 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സവാളയാണ് നമ്മൾ ഗ്രേവി ആയിട്ട് വരുന്നത്. നമ്മളിത് വഴറ്റിയതിന് ശേഷം നമ്മൾ ഗ്രേവി നമ്മൾ തേങ്ങ അരച്ച് ചേർക്കുന്നില്ല. അപ്പോൾ ഈ സവാളയാണ് നമ്മളെ കറീൻ്റെ ഗ്രേവി. അതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം സവാള എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 തക്കാളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കുക. വലുതാക്കി കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. തക്കാളിയൊക്കെ വഴറ്റി ലാസ്റ്റ് നമ്മൾ ജ്യൂസ് അടിക്കാനുള്ളതാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ കുറച്ച് വലുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് പേസ്റ്റാക്കി എടുക്കണം. ഇനി നമ്മൾ മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മൺചട്ടീൻ്റെ അകത്ത് നമ്മളിതൊന്ന് വഴറ്റിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ മൺചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ അതിനകത്ത് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണേൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതിനകത്തേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതൊന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. കരിഞ്ഞു പോകരുത്, ലോ ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട്. അപ്പോൾ മൺചട്ടി ആകുമ്പോൾ നല്ല ചൂടായിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി നമ്മൾ സവാള ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സവാള വളരെ നൈസായിട്ടാണ് ഇട്ടിട്ടുള്ളത്. അത് നമുക്ക് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയിട്ടെടുക്കണം. അപ്പോൾ നമ്മൾ ഈ മീൻകറി ഈ രീതിയിൽ ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കറീൻ്റെ അകത്ത് നമ്മൾ തേങ്ങ അരച്ച് വെക്കുന്ന കറിയിലുള്ള നമ്മൾ ഉള്ളിയോ തക്കാളിയോ ഒന്നും ചിലപ്പോൾ ആരും കഴിച്ചെന്ന് വരില്ല. അപ്പോൾ അതിലുള്ള പോഷകങ്ങളൊന്നും നമുക്ക് കിട്ടില്ല. പക്ഷേ ഇത് തന്നെ അരച്ച് ഗ്രേവി ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ നമുക്കതിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടുന്നുള്ളതാണ് ഒരു ബെനിഫിറ്റ്. അപ്പോൾ ഞാൻ കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയൊന്നും ആരും കറീൻ്റെ അകത്തുനിന്ന് എടുത്ത് കഴിക്കാറില്ല. അത് എത്ര നല്ലതാണെന്ന് അറിഞ്ഞാൽ പോലും ആരും കഴിക്കാറില്ല. എല്ലാവരും എടുത്ത് കളയാണ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ ഇങ്ങനെ സോട്ട് ചെയ്ത് ഇതൊരു ഗ്രേവി ആയിട്ട് നമ്മൾ കറിയിൽ എടുക്കുമ്പോൾ നമുക്കിത് ഇതിൻ്റെ പോഷകങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മുടെ മസാലകൾ ഓരോന്നായിട്ട് മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന്
വഴറ്റിയെടുക്കുക. കരിഞ്ഞു പോകരുത്. ചെറിയ തീയിലിട്ടിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്ന് മസാലകൾ ചേർത്ത് കൊടുത്തതിന് ശേഷം മാത്രം ഏറ്റവും അവസാനമേ നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇതാ നമ്മുടെ പൊടിച്ച് വെച്ചിട്ടുള്ള മസാലപ്പൊടി ഉണ്ടല്ലോ, അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് ഫുള്ള് ചേർത്തിട്ടില്ല, കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് നോക്കിയിട്ട് പിന്നീട് ചേർക്കാം. അപ്പോൾ അതിലൊരു പകുതിയോളം ഞാൻ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതാ എല്ലാം വഴന്നു കഴിഞ്ഞു. മസാലയുടെ പച്ചമണമൊക്കെ പോയി. നമ്മളിപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ഗ്രേവി എന്ന് പറയുന്നത് ഈ ഉള്ളിയും തക്കാളിയും ഒക്കെയാണ്. നമ്മൾ തേങ്ങ അരച്ച് ചേർക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ എടുക്കണം. അപ്പോൾ നമ്മുടെ മീനിൻ്റെ അളവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഉള്ളിയും തക്കാളിയൊക്കെ എടുക്കാം. ഇനി ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കണ്ടില്ലേ, ഇപ്പം എല്ലാം നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണിഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ചൂട് തണിഞ്ഞതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഞാനിതൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പം നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെ മൺചട്ടീൻ്റെ അകത്തേക്ക് നമ്മൾ ഈ ഒരു ഗ്രേവി കുറച്ച് വെള്ളം, നമുക്ക് എത്ര വെള്ളം വേണോ അതിനകത്ത്, കണ്ടില്ലേ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ തേങ്ങയൊന്നും അരച്ചിട്ടല്ല നമുക്ക് ഈ ഒരു ഗ്രേവി ഇങ്ങനെ കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ അരച്ചിട്ടുള്ള ആ ഒരു ഗ്രേവിയാണിത്. അപ്പോൾ നല്ല അത്യാവശ്യം കട്ടിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര വെള്ളം വേണോ, ഗ്രേവിക്ക് എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ അതിനകത്ത് പുളിവെള്ളം പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പുളിവെള്ളം ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലൊന്നും എടുത്തിട്ടില്ല, കാരണം 3 തക്കാളി ഇട്ടതുകൊണ്ട് കുറച്ച് പുളിയേ എടുത്തിട്ടുള്ളൂ. നല്ല പുളി നമ്മളെ കറിക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കുടംപുളി എടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി പുളി അധികം വേണ്ടാത്തവർക്ക് ഈ പുളി ചേർക്കണമെന്നില്ല, നമ്മളെ തക്കാളീൻ്റെ പുളി മാത്രം മതി എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പം മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രേവി ഒന്ന് ചെറുതായിട്ടൊരു തിള വന്നതിന് ശേഷമാണ് ഞാൻ ഈ മീൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. കണ്ടില്ലേ, നമ്മളെ കറി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമ്മളെ തേങ്ങാപ്പാൽ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പം നമ്മൾ എന്താ പറയുക, മല്ലിപ്പൊടി ഇട്ട് വെക്കുന്ന ഏതൊരു കറിക്കും ഏതൊരു മീൻകറി ഈ ഒരു രീതിയിൽ ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാൻ മത്തിയും അയലയും ഒന്നും സാധാരണ ഈ ഒരു രീതിയിലല്ല വെക്കാറ്. ഞാൻ പെരിഞ്ജീരകവും മല്ലിപ്പൊടി ഒഴികെ ബാക്കിയെല്ലാം ചേർക്കാറുണ്ട്. അത് രണ്ടും ഞാൻ സ്കിപ്പ് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ മീൻ മസാല ഇട്ട് വെച്ചാലാണ് അടിപൊളിയായിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല കുരുമുളകും അതുപോലെ തന്നെ തേങ്ങാപ്പാലും ഒക്കെ ഒഴിച്ച് നല്ല അടിപൊളിയായിട്ടുള്ളൊരു മീൻ കറിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നല്ല ആവശ്യത്തിന് എരിവും നല്ല പുളിയും ഒക്കെ ഉള്ള നല്ല സൂപ്പറായിട്ടുള്ളൊരു മീൻ കറിയാണിത്. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു എന്ന് വെച്ചിട്ട് നമ്മളിത് ഒട്ടും സ്പൈസിനൊന്നും ഒരു കുറവുമില്ല. അപ്പോൾ നമ്മൾ മുളക് പൊടി ഇതിൽ കുറച്ചാണ് എടുത്തിട്ടുള്ളത്. ബാക്കി കുരുമുളകും പച്ചമുളകും ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ കറിക്ക് എരിവ് കൂട്ടിയത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്, നമ്മളെ വയറിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇതൊരു പ്രാവശ്യം ട്രൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മളുടെ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി വേണം. നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ്.